ഹലോ വെൽക്കം ടു ഓൾ. നമ്മൾ ഫ്രീ ക്ലാസിൻ്റെ ഫസ്റ്റ് ഡേ ക്ലാസ് ആണെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ടൂൾ പരിചയപ്പെടാം. ഏതാണ് നമുക്ക് ആദ്യം വേണ്ടത്? ഒരു ഹെന്നാക്കോണാണ് അല്ലേ. ഹെന്നാക്കോണ് ഏത് യൂസ് ചെയ്യണം? പരമാവധി കടകളിൽ നിന്നുള്ള കോൺസ് നിങ്ങൾ ഒഴിവാക്കുക. ഓർഗാനിക് ആയിട്ടുള്ള ഇതുപോലുള്ള പ്രാക്ടീസ് കോൺ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലുള്ള കോൺസ് യൂസ് ചെയ്യാം. കടകളിലുള്ള കോൺസ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഇടയിൽ വെച്ച് എന്താണ് സ്റ്റെപ്പ് ആവുന്ന ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും പെർഫെക്ഷൻ കിട്ടില്ല, ഇടയിൽ വെച്ച് ബ്രേക്ക് ആവും അല്ലേ. അപ്പോൾ കോൺസ് എന്താണ് ഏറ്റവും നല്ല കോൺസ് നിങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺസ് നന്നായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മെഹന്തിയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള എലമെൻസ് ഉണ്ട്. അത് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രൈഡൽ ഡിസൈൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ലൈൻസ് ആണ്. ഒന്നാമത്തെ ലൈൻസ്, അതിൽ തിൻ ലൈനാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ നമ്മൾ നോർമലി ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതേപോലെ ടച്ച് ചെയ്ത് ഫോണിൽ ഇങ്ങനെ മൂവ് ചെയ്താണ് നമ്മൾ നോർമലി ഒരു ലൈൻ ക്രിയേറ്റ് ആയി ചെയ്യാറുള്ളത്. ഇതൊരു തെറ്റായ മെത്തേഡാണ്. എങ്ങനെയാണ് കറക്റ്റ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിലും മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഈ ഒരു ഏരിയയിൽ എന്താണ് ഡ്രൈപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈപ്പിംഗ് മെത്തേഡ് മീൻസ് ടച്ച് ചെയ്യാതെ എയറിലേക്ക് പിടിച്ച് കൊണ്ട് മൂവ് ചെയ്ത് കൊണ്ടുപോയി എൻഡിംഗ് പോർഷനിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയാണ് ഡ്രൈപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടച്ച് ചെയ്യുക, കോൺ ഇതുപോലെ ഒന്ന് പൊക്കി പിടിക്കുക, കോൺ മൂവ് ചെയ്ത് കൊണ്ടുപോകുക, മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രഷർ അപ്ലൈ ചെയ്യുക, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുക, കോണൊന്ന് പൊക്കി പിടിക്കുക, കോൺ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുക, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിംഗിൽ ടച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോണൊന്ന് പൊക്കി പിടിക്കുക, കോൺ മൂവ് ചെയ്ത് കൊണ്ടുപോയി എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമേ കോൺ ടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്പേസിൽ എന്താണ് ബാക്കിയുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കോണെ പൊക്കി പിടിച്ച് കോൺ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ടച്ച് ചെയ്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കോണിൽ എയറിൽ പിടിക്കാം, ഇതേപോലെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് സ്ലാൻഡിംഗ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എളുപ്പത്തിന് വേണ്ടി ടച്ച് ചെയ്ത് ഒരിക്കലും ലൈൻ വരഞ്ഞ് കൊടുക്കരുത്. എങ്ങനെയാണ് സ്ലാൻഡിംഗ് ലൈൻ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത അതേ ഡ്രൈപ്പിംഗ് മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ ചെരിഞ്ഞുള്ള ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്യാം, കോൺ ഇങ്ങനെ എയറിൽ പിടിച്ചിട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാം, എൻഡിൽ മാത്രം ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈൻ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എലമെൻറ്റാണ്. നമ്മൾ മെഹന്തിയിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എലമെൻറ്റാണ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് നമുക്ക് കോൺ മൂവ് ചെയ്യാൻ പറ്റും, ഏത് ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഇടയിൽ വെച്ചിട്ടാണ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇടയിൽ വെച്ച് ലൈൻ ഒന്ന് ബ്രേക്ക് ആയി പോയി. ഇത് ബ്രേക്ക് ആവാനുള്ള റീസൺ എന്താണ്? നമ്മൾ കോണിൽ കൊടുക്കുന്ന പ്രഷറും സ്പീഡും ഈക്വൽ അല്ലാതിരിക്കുമ്പോഴാണ് ഇതുപോലെ എന്താണ് ബ്രേക്ക് ആയി പോവുക. ഇനി അഥവാ ഇങ്ങനെ ബ്രേക്ക് ആയി പോയാൽ പതുക്കെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ ലൈൻ ആദ്യം കംപ്ലീറ്റ് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് ഡ്രൈപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതേപോലെ ഒന്ന് ബ്രേക്ക് ആയി പോയി. അപ്പോൾ അവിടെ മാത്രം ഈ ഒരു ലെവലിൽ ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതലേ വരഞ്ഞു കൊടുത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലാൻഡിംഗ് ലൈന് നമ്മൾ നോക്കിയിട്ടുണ്ട്. സ്ലാൻഡിംഗ് ലൈന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങനെയാണ് ഇതേപോലെ ഡ്രൈപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ലൈന് ക്രിയേറ്റ് ചെയ്യാം.